ജമ്മു കാശ്മീരിലെ ദോഡയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. മേജർ ബ്രിജേഷ് ഥാപ്പ ഉൾപ്പെടെയുള്ള 4 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഭീകരർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സ്വാതി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, വലിയ ആക്രമണം ഈ പറയുന്നത് പോലെ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികർ വീരമൃത്യു അടഞ്ഞ ഒരു സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റുമുട്ടൽ ശക്തമായി തന്നെ തുടരുകയാണോ? തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധയിടങ്ങളിൽ ജമ്മു കാശ്മീരിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കത്വയിൽ ഇതുപോലെ സൈനികർ വീരമൃത്യു വെച്ചൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ തന്നെ ഈ ദോഡ പ്രദേശത്ത് കടുത്ത ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. രാത്രിയോടെ ഒരു 9 മണിയോടെ സൈനികരും കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് തന്നെയാണ് ആർമി ഇത്തരത്തിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഭീകരരുടെ ഭാഗത്തു നിന്നും വെടിയുതിർക്കുന്ന സംഭവം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് 5 പേരെ അടക്കം ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ആ പരിക്കേറ്റ 5 സൈനികരിൽ 4 പേരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിട്ടുള്ളത് എന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. മേജർ ബ്രിജേഷ് ഥാപ്പ ഉൾപ്പെടെയുള്ള 4 സൈനികർക്കാണ് വീരമൃത്യു സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭീകരർക്കായി കടുത്ത തിരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് തന്നെ പാക് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ കൂടെ ഭാഗമായിട്ടുള്ള കശ്മീർ ടൈഗേഴ്സ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കത്വയിൽ ഉണ്ടായ സംഭവത്തിലും ഈ കശ്മീർ ടൈഗേഴ്സ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തുടർന്ന് ഏറ്റുമുട്ടൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സൈനികർക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അവിടെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഈ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കത്തുവൽ അടക്കമുള്ള പ്രദേശങ്ങൾ, ജമ്മു കാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ സൈന്യം വിന്യസിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുകയാണ്. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.